ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കെ നെക്സ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഏസാർമിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ +2 ഓണ പരീക്ഷയ്ക്ക് സുവോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഈ ഒറ്റ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് 9 മുതൽ 12 മാർക്ക് വരെ നേടാൻ സാധിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മ്യൂട്ടേഷൻ is a phenomenon which results in alteration of DNA sequences and consequently results in changes in the genotype and the phenotype of an organism. Okay, മ്യൂട്ടേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. നെയിം എ ഫിനോമിനൻ അതർ ദാൻ മ്യൂട്ടേഷൻ ദാറ്റ് കോസ് വേരിയേഷൻ ഇൻ DNA. DNA വേരിയേഷൻ ഉണ്ടാക്കുന്ന ഒരു റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മ്യൂട്ടേഷൻ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് അതർ ദാൻ മ്യൂട്ടേഷൻ വേരിയേഷന് കാരണമാകുന്നത് എന്താണ്? റീകോമ്പിനേഷൻ അല്ലേ. എന്താണ്? ജനറ്റിക് റീകോമ്പിനേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഡ്യൂസ് മ്യൂട്ടേഷൻ ആർ കോൾഡ്. അതായത് മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ഏജൻസിനെ നമ്മൾ എന്ത് വിളിക്കും? മ്യൂട്ടേജൻസ് എന്ന് വിളിക്കും അല്ലെ. എന്താണെടാ? മ്യൂട്ടാജൻസ് എന്ന് വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഓൾട്രേഷൻ ഇൻ ക്രോമസോംസ് റിസൾട്ട് ഇൻ അബ്നോർമാലിറ്റീസ് ഓർ എബറേഷൻസ്. ക്രോമസോമൽ എബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ. അതായത് ക്രോമസോമൽ എബറേഷൻസ് ഏത് തരം സെൽസിലാണ് കോമൺ ആയിട്ട് കാണുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്യാൻസർ സെൽസിനാണ്. സോ ദ ആൻസർ ഇസ് ക്യാൻസർ സെൽസ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് എ സെമിനിഫറസ് ട്യൂബ്യൂൾ ഇസ് ഗിവൺ ബിലോ. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഡയഗ്രം തന്നിട്ടുണ്ട്. ലേബൽ എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്ത് സെൽസ് ആണടാ? അത് മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ ആണല്ലേ. സ്പെർമാറ്റോഗോണിയ. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? യെസ്, ബി എന്ന് പറയുന്നത് സെർട്ടോളി സെൽസ് അല്ലേ. അപ്പൊ സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് ബി ഇൻ ദി എബവ് ഡയഗ്രാം. അപ്പൊ ബി എന്ന് പറയുന്നത് സെർട്ടോളി സെൽസ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ ആ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്താണടാ? നറിഷ്മെന്റ് ടു ഡെവലപ്പിംഗ് സ്പേം അല്ലെ. നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് സ്പേംസ്. അതായത് ഡെവലപ്പ് ചെയ്യുന്ന സ്പേമിന് ഇവർ എന്ത് പ്രൊവൈഡ് ചെയ്യും? ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ. സോ നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് സ്പേം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് ദ റോൾ ഓഫ് LH ഇൻ സ്പെർമാറ്റോജനസിസ്? അതായത് സ്പെർമാറ്റോജനസിൽ LH ന്റെ റോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ LH ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്താ ചെയ്യുന്നത്? യെസ്, LH നമ്മുടെ അതായത് ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ലേഡിക് സെൽസ് അഥവാ ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ലേഡിക് സെൽസ് മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻസ് സെക്രീറ്റ് ചെയ്യും. എസ്പെഷ്യലി എന്താണ്? ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നു. എന്താണടാ ഈ ഒരു ടെസ്റ്റോസ്റ്റിറോണിന്റെ ഫംഗ്ഷൻ? അതായത് പുരുഷന്മാരിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യും അല്ലെ. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ അല്ലേ. ആൻഡ് ഓൾസോ എന്തിനു സഹായിക്കും? സ്പെർമാറ്റോജനസിസ്, ഫോർമേഷൻ ഓഫ് സ്പേമിന് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, യെസ്. അപ്പൊ 3 മാർക്ക് നമ്മൾ ഇവിടെ നേടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ ദ ഫ്ലോയിങ് ജനറ്റിക് ഡിസോർഡേഴ്സ് അണ്ടർ 2 കാറ്റഗറി ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇറ്റ് ഈസ് ഷോൺ. അതായത് ഇവിടെ നമുക്ക് കുറെ ജനറ്റിക് ഡിസോർഡേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ ഇവർ എന്ത് ചെയ്യണം? തരം തിരിച്ചെഴുതണം അല്ലെ. അപ്പൊ മക്കളെ നോക്കിക്കേ. തലാസീമിയ, മൈറ്റോണിക് ഡിസ്ട്രോഫി, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോന്യൂറിയ. അപ്പൊ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ഇതെല്ലാം എന്ത് ഡിസോർഡേഴ്സ് ആണ്? മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ് അല്ലെ. എന്താണടാ? മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ നോക്കിക്കേടാ. അപ്പൊ മെന്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ നമുക്ക് ഇവരെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തരം തിരിക്കാം. ഏതൊക്കെ കാറ്റഗറിയാണ് ഇവർ വരുന്നത്? യെസ്, അതായത് ഇവിടെയുള്ള ഓപ്ഷൻസ് മാത്രമാണ് പറയുന്നത്. ഓട്ടോസോമൽ ഡൊമിനന്റ് ഡിസോർഡർ ഇതിലൊന്ന് കിടപ്പുണ്ടല്ലോ. ആരാണത്? ഓട്ടോസോമൽ ഡൊമിനന്റ് ഡിസോർഡർ ആണ്. മയോട്ടോണിക് ഡിസ്ട്രോഫി അല്ലടാ. ഇനി ബാക്കി 3, അതായത് നമ്മുടെ തലാസീമിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോന്യൂറിയ ആയിക്കോട്ടെ, ഇതെല്ലാം ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡേഴ്സ് അല്ലേ. യെസ്, ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. ഏതൊക്കെ? PKU, SCA ആൻഡ് ഓൾസോ തലാസീമിയ. ഓക്കെ, യെസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് 3 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടി. കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡന്റിഫൈ ദ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി ദാറ്റ് കറസ്പോണ്ട്സ് ടു ഈച്ച് ഓഫ് ദ ഫ്ലോയിങ് പ്രൊസീജിയേഴ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. അതായത് നമുക്ക് ഇവിടെ 3 പ്രൊസീജിയർ തന്നിട്ടുണ്ട്. അത് ഏത് ART എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് എൻ ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ,
into the fallopian tube of another female who cannot produce one but can provide suitable environment for fertilization and further development. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോണറിൽ നിന്ന് ഓവം കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ മറ്റൊരു ഫീമെയിലിന്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ എന്താ പറയുക, റിസീവ് ചെയ്ത ഫീമെയിലിന് എന്തിനുള്ള കഴിവുണ്ട്, ഒരു പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്യൂട്ടബിൾ എൻവയൺമെന്റും ബോഡിയിൽ ഉണ്ടല്ലേ. സോ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, ഗാമീറ്റ് മാത്രമല്ലേ കളക്ട് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. സോ ഇതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, യെസ്, ദിസ് ഇസ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അല്ലടാ ജിഫ്റ്റ് ആണ് അല്ലേ, ജിഫ്റ്റ് ആണ്. അടുത്തത് എ സ്പെർം ഇസ് ഡയറക്ട്ലി ഇൻജെക്റ്റഡ് ഇൻടു ദ ഓവം. അതായത് ഒരു ഫീമെയിലിന്റെ നമ്മളെ എക്സെൽ ഉണ്ടാവില്ലേ, അതായത് നമ്മുടെ ഓവം ഉണ്ടാവില്ലേ, ഈ ഓവത്തിന്റെ എന്താണ് സൈറ്റോപ്ലാസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹെൽത്തി സ്പെർമിനെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നു. യെസ്, ഈ പ്രോസസ്സാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻ, ICSI. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീമൻ കളക്ടഡ് either ഫ്രം ദ ഹസ്ബൻഡ് ഓർ എ ഹെൽത്തി ഡോണർ ഇസ് ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ വെജൈന. അതായത് ഹസ്ബൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഡോണറിൽ നിന്നോ കളക്ട് ചെയ്ത സീമൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫീമെയിലിന്റെ വെജൈനയിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഇതെന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ്. അപ്പൊ ഈ ഓപ്ഷൻസ് എല്ലാം ദാ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, തെരഞ്ഞെടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, കണ്ടില്ലേ. അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും, കുറെ സബ് ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എവിടെ വരാൻ പോകുന്നത്, നമ്മുടെ എക്സാമിന് 3 മാർക്കിന് വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പം വീഡിയോ സെറ്റ് ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഓണപരീക്ഷ തകർക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ, ടാറ്റാ.